ലേക്ക് ഈ ആദ്യ ദിനം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇടവക ദിനമാണ്. ഇടവകയെ പൂർണ്ണമായി നാം സമർപ്പിക്കുന്നു. ഓരോ കുടുംബവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഒത്തിരി ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിയോഗങ്ങൾ എഴുതി വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ജോലിയുടെ ബുദ്ധിമുട്ടുകൾ, രോഗികളായിരിക്കുന്നവർ, മക്കളില്ലാത്തവർ, വിവാഹം നടക്കുവാൻ വേണ്ടി, പുരപണി നടക്കുവാൻ വേണ്ടി, കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ദിനമാണ്. കുടുംബത്തിലെ ഓരോ പ്രത്യേകമായ നിയോഗങ്ങളും നമുക്കിന്ന് സമർപ്പിക്കാം. പ്രത്യേകമായി ഇന്ന് ബലിയർപ്പിക്കുന്ന വൈദികരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവമേ, ഇന്ന് പ്രത്യേകമായി നമുക്ക് ഓർക്കാം ഒരിക്കൽ കൂടി കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിലൂടെ ഈ ദിനങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. നാം അനുഭവിച്ചിട്ടില്ല. ആ ദുഃഖങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കാം. എല്ലാവരെയും ഒരു കുടുംബമായി ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പങ്കുചേരാം. ജനമേ ബലിയേകാൻ അകതാരിൽ തിന്മകളില്ലാതെ ബലിയർപ്പകനാകും യേശുവിനോടൊപ്പം ബലിയായി തീരാ ജനമേ ബലിവേദിയിൽ അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ അണയൂ പ്രിയ ജനമേ ബലിവേദിയിൽ അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ ഹൃദയത്തിനുള്ളിൽ വെറുപ്പും അധരത്തിൽ സ്തുതി കീർത്തനവും ഒരുപോലെയുള്ളൊരു ജീവിതമാണോ സർവേശൻ സ്വീകരിക്കില്ല. ഒരുപോലെയുള്ളൊരു ജീവിതമാണോ സർവേശൻ സ്വീകരിക്കില്ല. നിൻ ബലിയെ സ്വീകരിക്കില്ല. അണയൂ പ്രിയ ജനമേ ബലിവേദിയിൽ അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ അണയൂ പ്രിയ ജനമേ ബലിവേദിയിൽ അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ടൈറ്റസ് കാരിക്കശ്ശേരിയച്ച, സ്നേഹബഹുമാനപ്പെട്ട ആൻഡ്രൂസച്ച, സിബിയച്ച, സ്നേഹമുള്ള മറ്റ് വൈദികരെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഈ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസ്തുതി കുടുംബാംഗങ്ങളെ, ദർശന സമൂഹാംഗങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിന് നാം പ്രത്യേകം ഒരുങ്ങിക്കൊണ്ട് തിരുനാൾ ദിനങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ ഭക്തിപൂർവം പങ്കുചേരുന്ന പുണ്യദിനങ്ങളാണിത്. ഈ സായാഹ്നത്തിലും ഈ പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെന്ന നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്. പ്രതിസന്ധികളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ ഇവിടെ ഇടവക സമൂഹം മുഴുവൻ സമ്മേളിച്ച് ഒരു വലിയ ആഘോഷമായി നമ്മുടെ തിരുനാൾ നമ്മൾ നടത്തേണ്ടതായിരുന്നു. ഈ പ്രത്യേക പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്ന പശ്ചാത്തലത്തിൽ ആത്മീയതയുടെ നിറവുള്ള സമ്പന്നമായ ഒരു ആഘോഷമാണ് എത്രയും ലളിതമാണെങ്കിലും നമ്മളിപ്പോൾ നടത്തുക. നമ്മളൊക്കെ ഏതാനും കുറച്ചുപേർ മാത്രം ഇവിടെ ദേവാലയത്തിലായിരിക്കുകയും മറ്റുള്ളവരൊക്കെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് കൂടുതലായി പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്ന തിരുക്കർമ്മങ്ങളിലാണ് നമ്മൾ പങ്കുചേരുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഈ പ്രതിസന്ധികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് ശേഷം ദേവാലയത്തിലെ സമർപ്പണത്തിന് കഴിഞ്ഞ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പിന്നീട് മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മ ആ സമയത്തെല്ലാം തമ്പുരാനോട് ചേർന്ന് നിന്ന് ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തവളാണ്. ലോകത്തെപ്പോഴൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ, പല പല സംഘർഷകലുഷിതമായ സംഭവങ്ങളിലൂടെ ലോക ജനത കടന്നുപോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ വ്യക്തമായ ദിശാബോധം നൽകിയിട്ടുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നാം ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടത്തിലും തീർച്ചയായും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മളെ നയിക്കുക. അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ജപമാല ചൊല്ലി പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതലായി തമ്പുരാനിലേക്ക് അടുത്ത് മുന്നേറുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യാനായിട്ട് നമുക്ക് കരുത്ത് ലഭിക്കുമെന്നുള്ളത് അമ്മയുടെ തന്നെ ഉറപ്പാണ്. പലപ്പോഴായി അമ്മ ലോകത്തിന് നാനാഭാഗത്ത് ദർശനം നൽകിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. ഈ കോവിഡ് കാലത്തും നാം അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ വിഷമസന്ധിയും പ്രതിസന്ധികളും ഒരുപക്ഷെ ദേവാലയത്തിലേക്ക് വരാൻ സാധിക്കാത്ത വലിയ ഒരു ദുഃഖവുമൊക്കെ എത്രയും പെട്ടെന്ന് തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ദേവാലയത്തിലും മറ്റ് ദേവാലയങ്ങളിലുമൊക്കെ വന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനുമുള്ള കൃപ എത്രയും വേഗം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ തിരുനാൾ ആഘോഷത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് എപ്പോഴും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ്, നമ്മളെ കരുതലോടെ കാക്കുന്നവളാണ്. അമ്മയുടെ ചെറുകിൻ കീഴിൽ നമ്മളൊക്കെ സുരക്ഷിതരാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ തിരുനാൾ നമുക്കെന്നും സന്തോഷം നൽകുന്നതാണ്. ആ പ്രിയപ്പെട്ട അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഇടവക സമൂഹത്തെയും എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതോടൊപ്പം ഏത് പ്രതിസന്ധിയെയും, പ്രത്യേകിച്ച് നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കുന്ന നിരാശയിലേക്ക് ഒരുപക്ഷെ കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അവയൊക്കെ ധീരമായി നേരിടാനും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കാനും എന്നും അമ്മ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ നമുക്ക് യാതൊരു ഭയവും ഇല്ല. കുഞ്ഞുമക്കളൊക്കെ അമ്മമാരുടെയൊക്കെ കൈപിടിച്ച് നടക്കുമ്പോൾ അവർക്കൊരു ഭയവും ഇല്ല എന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മാത്രം എന്നും നടക്കാനുള്ള ആ ഒരു കൃപ നമുക്ക് എന്നും നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ തിരുനാൾ ദീപലിയിൽ നമുക്ക് പങ്കുചേരാം.
സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും രക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനികേയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, പാദനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാതിവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, സാധനം ദൈവത്തിൻ സോനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിബന്ധാവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിബന്ധാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ.
സ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാഥൻ, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മലാഖയുടെ സന്ദേശത്താൽ അങ്ങേ വചനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ മാംസം ധരിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. പരിശുദ്ധ മറിയം യഥാർത്ഥത്തിൽ ദൈവമാതാവാണെന്ന വിശ്വാസത്തോടെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ ആ അമ്മയുടെ മധ്യസ്ഥത്താൽ തുണയ്ക്കപ്പെടാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ആശ്വസിക്കുവിൻ, എൻ്റെ ജനമേ ആശ്വസിക്കുവിൻ. നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു, ജെറുസലേമിനോട് ആദരപൂർവ്വം സംസാരിക്കുവിൻ. അവളുടെ അരിഷ്ടത അവസാനിച്ചിരിക്കുന്നു, അവളുടെ സകല പാപങ്ങൾക്കും ഇരട്ടി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് അവളെ അറിയിക്കുവിൻ. ഒരു സ്വരം വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് അവളുടെ ദൈവത്തിൻ്റെ ഊടുവഴികൾ നീണ്ടുപാക്കുവിൻ. സകല താഴ്വരകളും നികത്തപ്പെടും, സകല കുന്നുകളും താഴ്ത്തപ്പെടും, വളഞ്ഞവ ഋജുവാക്കപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, എല്ലാവരും ഒരുപോലെ അത് കാണും. എന്തെന്നാൽ കർത്താവിൻ്റെ ആദരങ്ങളത്രേ അവ സംസാരിച്ചത്. സുവിശേഷ ദൂതയായ സിയോനെ, ഉയർന്ന ഒരു പർവ്വതത്തിൽ കയറി ചെല്ലുക. സുവിശേഷ ദൂതയായ ജെറുസലേമെ, ഭയപ്പെടാതെ ശക്തിയായി സ്വരം ഉയർത്തുക. ഇതാ നിങ്ങളുടെ ദൈവം എന്ന യൂദയായിലെ നഗരങ്ങളോട് പറയുക. ഇതാ കർത്താവായ ദൈവം ശക്തിയോടെ വരും, അവിടുത്തെ ഭുജം ഭരണം നടത്തും. അവിടുത്തെ പ്രതിഫലം അവിടത്തോടു കൂടെയുണ്ട്, അവിടുത്തെ വേതനം അവിടുത്തെ കയ്യിലുണ്ട്. ഇടയനെപ്പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കും, കുഞ്ഞാടുകളെ തൻ്റെ കൈകളിലെടുത്ത് മാറത്തണയ്ക്കും. തളയാടുകളെ അവിടുന്ന് പതുക്കെ നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജനവും അവിടുന്നു മേയ്ക്കും അജഗണവും. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ച് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്കു നന്ദി പറയുവിൻ. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ.
വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം നിങ്ങൾ മറന്നു കളയരുത്. അതായത്, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസവും പോലെയും അത്രേ. ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ കാലവിളംബം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിച്ച് കാണാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനാലാണ് അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ പ്രദർശിപ്പിക്കുന്നത്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശം വലിയ ഒച്ചപ്പാടോടുകൂടെ ഇല്ലാതാകും. മൂലപദാർത്ഥങ്ങൾ ചൂടുകൊണ്ട് ഉരുകിപ്പോകും. ഭൂമിയും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാകും. അങ്ങനെ ഇവയെല്ലാം നശിച്ചു പോകും. ആകയാൽ ആകാശം വെന്ത് ശൂന്യമാകാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകാനും ഇരിക്കുന്ന കറുത്ത ദിനത്തിന്റെ ആഗമനം പ്രതീക്ഷിച്ച് നിങ്ങൾ എത്ര പരിശുദ്ധതയോടും ദൈവഭക്തിയോടും കൂടെ വ്യാപരിക്കേണ്ടിയിരിക്കുന്നു. നാം അവിടുത്തെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ഭൂമിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കറയും കളങ്കവും ഇല്ലാത്ത സമാധാനത്തോടെ അവിടുത്തെ മുൻപിൽ പ്രത്യക്ഷപ്പെടത്തക്ക വിധം ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാതകൾ നേരെയാക്കുവിൻ. മനുഷ്യകുലം മുഴുവൻ കർത്താവിന്റെ രക്ഷയുടെ ശക്തി കാണുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ, നിനക്ക് മുൻപേ വഴിയൊരുക്കുവാനായി എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു. കർത്താവിന് വഴിയൊരുക്കുവിൻ, അവിടുത്തെ ഓടുവഴികൾ നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം എന്ന് ഇസയാസ് പ്രവാചകനാൽ എഴുതപ്പെട്ടതനുസരിച്ച് പാപമോചന അർത്ഥമുള്ള പശ്ചാത്താപത്തിൻ്റെ മാമോദീസയെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടും മാമോദീസ നൽകിക്കൊണ്ടും യോഹന്നാൻ മരുപ്രദേശത്ത് ആഗതനായി. യൂദയാദേശമൊക്കെയും ജെറൂസലേം നിവാസികളേവരും അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അദ്ദേഹം അവരെ ജോർദാൻ നദിയിൽ വെച്ച് മാമോദീസ നൽകി. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അരയിൽ ഒരു തോൽവാറുമുണ്ടായിരുന്നു. കാട്ടുകിഴങ്ങുകളും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു: ഇതാ, എന്നേക്കാൾ ശക്തനായ ഒരാൾ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവിടുത്തെ ചെരുപ്പുകളുടെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. അവിടുന്നാകട്ടെ നിങ്ങളെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ എനിക്ക് ഏറ്റവും ആദരവും സ്നേഹവും നിറഞ്ഞ വരാപ്പുഴ അതിരൂപത ചാൻസലർ, പ്രിയ ബഹുമാനപ്പെട്ട എബിജനച്ച, ആൻഡ്രൂസച്ച, സിബിയച്ച, ഈ തിരുനാളിൻ്റെ നിറവിലായിരിക്കുന്ന വികാരിയച്ച, കൊച്ചച്ച,
ഡീക്കന്മാർ, ബ്രദേഴ്സ്, പ്രിയമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വൈദികരോടൊപ്പം ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭദ്രാസന ദേവാലയം സന്ദർശിക്കാൻ പോയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ അച്ഛന്മാരെല്ലാവരും പള്ളിയിലേക്ക് കയറി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പിന്നെ എഴുന്നേറ്റ് പള്ളിയും പരിസരങ്ങളും മ്യൂസിയവും ഒക്കെ കാണാൻ മെല്ലെ നടന്നു തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് വരാപ്പുഴ അതിരൂപതയിലെ മുതിർന്ന വൈദികനായിരുന്ന ബോസ്കോ അച്ഛൻ മാത്രം ഏകദേശം ഈ ബലിപീഠത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ മെല്ലെ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താണോ, കാണാനൊന്നും പോണില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, കാലിന് ഇത്തിരി വേദനയുണ്ട്, നടക്കാൻ പ്രയാസമുണ്ട്. അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു, അതേതായാലും നന്നായി, അങ്ങനെയെങ്കിലും കുറച്ചു നേരം പള്ളിയുടെ ഉള്ളിൽ ഇരിക്കാൻ പറ്റിയല്ലോ. പിന്നെ അച്ഛൻ കുറച്ചു നേരം നിശബ്ദമായി. അതിനുശേഷം ഏതാനും വാക്കുകൾ അച്ഛൻ പറഞ്ഞു. അച്ചോ, പണ്ടൊക്കെ ഈ പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും വന്ന് പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പള്ളി കാണും, പള്ളിയുടെ പകിട്ട് കാണും, പള്ളിയുടെ പരിസരങ്ങൾ കാണും, ഫോട്ടോസ് എടുക്കും, സെൽഫികൾ എടുക്കും. ഇങ്ങനെ എപ്പോഴും ഈ പള്ളിയും പരിസരങ്ങളും കാണലായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ വയസ്സായി, നടക്കാനും പ്രയാസമുണ്ട്, അതുകൊണ്ടിരുന്നതാണ് ഇവിടെ. പക്ഷെ ഇപ്പോഴിരിക്കുമ്പോൾ തോന്നുന്നു, ഇതായിരുന്നു നേരത്തെ ചെയ്യേണ്ടിയിരുന്നത്, ഇതായിരുന്നു നേരത്തെ ചെയ്യേണ്ടിയിരുന്നത്. ഈ ഇരിപ്പ് കുറച്ചുകൂടി നേരത്തെ ഇങ്ങനെ പള്ളിയിൽ ചുമ്മാതിരുന്ന് ദൈവത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരുന്നാൽ മതിയായിരുന്നു. ഒന്ന് നിർത്തിയിട്ടച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ പള്ളിയിലേക്കൊക്കെ വരാൻ പറ്റുമോ എന്ന് അറിയില്ല. അതിങ്ങനെ ശരിയായി. കാരണം ബോസ്കോച്ചൻ്റെ അവസാനത്തെ യാത്ര എനിക്ക് തോന്നുന്നു ഈ ഗോവയിലേക്കായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അച്ഛൻ മരിച്ചു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അന്ന് ഈ അച്ഛൻ വലിയൊരു പാഠം പറഞ്ഞു തന്നു. പറയാതെ പറഞ്ഞൊരു പാഠമാണ്, ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. അച്ഛനത് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ദേവാലയത്തിലേക്ക് വിശുദ്ധൻ്റെ ഓർമ്മകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇടത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വാർദ്ധക്യത്തിനിടയിലും രോഗത്തിനിടയിലും അച്ഛൻ്റെ മുഖത്ത് ചെറിയൊരു പ്രകാശം കണ്ടു. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം വിശുദ്ധ ഗ്രന്ഥം ഏതാണ്ട് തീരുന്ന ഭാഗമാണ്. 3, 4, 5 തിരുവചനങ്ങളൊക്കെ ഇങ്ങനെ പറയും, അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തിൻ്റെ മുഖം ദർശിക്കും, അവരുടെ നെറ്റിത്തടങ്ങളിൽ ദൈവത്തിൻ്റെ പേര് എഴുതപ്പെടും. പിന്നീട് രാത്രിയുണ്ടാകില്ല, ദീപങ്ങൾ വെളിച്ചം തരില്ല, സൂര്യൻ പ്രകാശിക്കില്ല, കാരണം ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കും. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കും. ദൈവത്തെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ജീവിതങ്ങളുടെ മീതെ ദൈവം പ്രകാശിക്കുമെന്നൊരു വലിയ ഉറപ്പ് നൽകിയിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുക. ദൈവം പ്രകാശിച്ച ഒരു ജീവിതത്തിൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുക, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ. മറിയം എന്ന് പറയുന്ന ഈ അമ്മ ഈ മഞ്ഞുമ്മൽ ദേശത്തെ പ്രകാശിപ്പിക്കുന്ന ഒരമ്മയാണ്.
അമ്മയുടെ ജീവിതം മുഴുവനും എങ്ങനെ പ്രകാശിച്ചു എന്ന് ചോദിച്ചാൽ 3 ചെറിയ ഉത്തരങ്ങളിലൂടെ വേഗം കടന്നു പോകാൻ പറ്റും. 1, അമ്മയ്ക്ക് ദൈവത്തെ ഓർക്കാനൊരു കാലമുണ്ടായിരുന്നു. വളരെ സ്വസ്ഥമായ ടൈമിലൊന്നുമല്ല അമ്മയോർത്തത്. മാലാഖ ഇങ്ങനെ മറിയത്തോട് പറയുന്ന ഫസ്റ്റ് സെന്റൻസ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ വേദഗ്രന്ഥം രേഖപ്പെടുത്തുന്ന മറിയത്തിന്റെ ഫസ്റ്റ് റിയാക്ഷൻ ഇങ്ങനെയാണ്. വചനം എഴുതി വെച്ചിട്ടുണ്ട്, അവൾ അസ്വസ്ഥയായി. 1-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടുമുട്ടുന്നുണ്ട്. 2-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ശിമയോൻ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ സകലരുടെയും രക്ഷയായി മാറും, ഇസ്രായേലിൻ്റെ മഹത്വമായി ഭവിക്കും, വിജാതീയരുടെ പ്രകാശമാകും. ഇതൊക്കെ കേട്ടപ്പോൾ മറിയം സന്തോഷിക്കുന്നു, ജോസഫും സന്തോഷിക്കുന്നു. അടുത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഇവൻ വിവാദ വിഷയമായിരിക്കും. ഏതൊരമ്മയ്ക്കാണ് ഈ കൈ പിടിച്ചു നിൽക്കുന്ന കുഞ്ഞ് അപ്പം തന്നെ വേറെ ഒരാൾ പറയുകയാണ് ഇവൻ ഒരു വിവാദ വിഷയമായിരിക്കും. അപ്പൊ ഈ 1ഉം 2ഉം അധ്യായങ്ങള് അവസാന ഭാഗമാകുമ്പോൾ ആവർത്തിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും മറിയത്തിന്റെ അസ്വസ്ഥതയുടെ ചിത്രമാണ്. അസ്വസ്ഥതയാണ് അവള്. അതിങ്ങനെ ഇവിടെ മാത്രമല്ലെന്ന് നമുക്കറിയാം. ഈ കുഞ്ഞ് ചിലപ്പോൾ ഇനി സംശയത്തോടെയൊക്കെ എല്ലാവരും കാണും. പിന്നെ ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വരും, സത്രത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും, കുഞ്ഞ് കൈവിട്ടു പോവും, ഒക്കെ ഉണ്ട്. അസ്വസ്ഥതയുടെ എബിജനച്ചനത്ത് ആമുഖത്തിൽ പറഞ്ഞു, പ്രതിസന്ധികളുടെ ഒരു യാത്ര. ഈ അസ്വസ്ഥതകളിലാണ് മറിയം ശരിക്കും ദൈവത്തെ കണ്ടെത്തിയത്. ഒരു കൊച്ചു കഥാപാത്രത്തിലൂടെ കൂടി നമുക്കിങ്ങനെ കടന്നു പോകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ഈ 6-ാം അധ്യായം തുടങ്ങുന്നത് ഇസ്രായേൽ ജനത്തിന്റെ അസ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ വചനം ഇങ്ങനെയാണ്, ദൈവം ഇസ്രായേൽ ജനത്തെ മിദ്യാൻകാരുടെ കയ്യിലേൽപ്പിച്ചു. ഈ ചെങ്കടൽ കടത്തി ആകാശത്ത് നിന്നും മന്ന പൊഴിച്ച് കാടപ്പക്ഷികളെ നൽകി, ജെറീക്കോ പട്ടണം തകർത്ത്, കോട്ട തകർത്ത്, ജോർദാൻ നദി വറ്റിച്ച് ഈ കാനാൻ ദേശത്തേക്ക് എത്തിച്ചിട്ടും ഈ ജനം ദൈവത്തെ കൂളായി മറന്നു. ഒരു വട്ടമെന്നുമല്ല, പലവട്ടം, 1000 വട്ടം. ദൈവത്തെ മറന്ന ജനം, ആ സമയത്ത് വചനം പറയുന്നു, ശത്രുക്കളായ മിദ്യാൻകാർ ഈ ജനത്തെ 4 പാടും നിന്ന് വളഞ്ഞു. വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ശത്രുക്കളെ ഭയന്നിട്ട് ഇവർ പർവ്വതങ്ങളിൽ, മാളങ്ങളിൽ, ഗുഹകളിൽ എല്ലാം ഓടി ഒളിച്ചു. വെട്ടുക്കിളികളെ പോലെ മിദ്യാൻകാർ ഇവരെ വളഞ്ഞു. ഇസ്രായേൽ ജനം ശോഷിച്ചു എന്നാണ് വചനം എഴുതി വച്ചിരിക്കുക. ഈ ജനം ശോഷിച്ചു. അസ്വസ്ഥതയുടെ കാലത്ത് ഈ ജനം പിന്നെ 2 കൈകളും ഉയർത്തി ദൈവത്തെ വിളിച്ചു. ഈ സമയത്ത് ദൈവം ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന്, ഓക്കുമരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തെത്തി. ഗിദെയോനെ, ഈ മിദ്യാൻകാർക്കെതിരെ പോരാടാൻ നിന്നെ ഞാൻ തെരഞ്ഞെടുക്കുന്നു. മിദ്യാൻകാർക്കെതിരെ ഗിദെയോൻ പറയുന്നൊരു മറുപടിയുണ്ട്, ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും വീക്കാണ് മനാസെ, അതിലേറ്റവും വീക്കസ്റ്റാണ് എൻ്റെ ഫാമിലി, അതിലേറ്റവും വീക്കാണ് ഞാൻ എങ്ങനെ പോകും? ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഈ അസ്വസ്ഥതയുടെ നടുവില് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഈ അസ്വസ്ഥതയുടെ നടുവിലുള്ള ഒരാളുടെ പേരാണ് ദൈവം. അത് മറിയത്തിൻ്റേത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ഇന്നിങ്ങനെ പള്ളികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, വാതിലുകളൊക്കെ. വിഭജനച്ചനത് പറഞ്ഞു ആമുഖത്തിൽ. എല്ലാ വർഷവും ആഘോഷിച്ചിരുന്ന പള്ളിപ്പെരുന്നാളുകളൊക്കെ ഈ പള്ളിവാതിലുകളും ജനാലകളുമൊക്കെ അടച്ചിട്ട് ആഘോഷിക്കേണ്ട ഒരു കാലം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും വന്നിരുന്ന, കണ്ടിരുന്ന, ഉൾക്കൊണ്ടിരുന്ന കുർബാന സ്വീകരിക്കാൻ പറ്റാത്തൊരു കാലം.
കുമ്പസാരിക്കണമെന്ന് കൊതിച്ചിട്ടും ഒരു കുമ്പസാരക്കൂടിന്റെ അരികിൽ മുട്ടുകുത്തി നിൽക്കാൻ പറ്റാത്തൊരു കാലം. ഒരു കല്യാണമാകട്ടെ, മനസ്സമ്മതമാകട്ടെ, ഒരു രജിസ്റ്ററിൽ ഇങ്ങനെ പേരുകൾ എഴുതി വെച്ച് കൂടേണ്ടി വരുന്നൊരു കാലം. എന്തിന് ശവമഞ്ചത്തിലൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞിരുന്ന നമ്മൾ ഈ മഞ്ചത്തിൽ നിന്ന് തൊടാൻ പോലും പറ്റാതെ, ഒന്ന് മുത്താൻ പോലും പറ്റാതെ, കയ്യും കഴുകി മാസ്കും വെച്ച് സാമൂഹിക അകലവും പാലിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു കാലം. അസ്വസ്ഥതയുടെ കാലമാണ്. എല്ലായിടങ്ങളിലും അസ്വസ്ഥതകളുണ്ട്. ഈ അസ്വസ്ഥതയുടെ കാലത്ത് ദൈവത്തെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ചോദ്യം. സഭാപ്രസംഗകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെയാണ്: ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിൽ തന്നെ നിന്റെ കർത്താവിനെ ഓർക്കുവിൻ. യൗവനത്തിൽ തന്നെ നിന്റെ കർത്താവിനെ ഓർക്കുവിൻ. ഈ യൗവനം എന്ന് പറയുന്നത് ഈ ഇടവക ദിനമായി കൊണ്ടാടുന്ന ഈ ദിവസമാണ്. ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന, അത് ഓൺലൈനിലൂടെയാണെങ്കിൽ പോലും പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മിനിറ്റാണ്. ദൈവത്തെ ഓർക്കേണ്ട കാലമാണ്. അസ്വസ്ഥതകളുടെ നടുവിൽ ദൈവം വരും. എൻ്റെ ഒരു കൂട്ടുകാരൻ വിദേശത്ത് കഴിഞ്ഞ വർഷം പോയി. അവിടെ എത്തി 1 മാസം തികഞ്ഞിട്ടില്ല. അവൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ അവനെ ചതിച്ചു, വീട്ടിൽ തന്നെ പെട്ട. അപ്പോൾ ഇവനിങ്ങനെ രാത്രി കിടന്നുറങ്ങിയാണ്. ഒരു 2 മണി നേരത്ത് ഇങ്ങനെ വാതിലിൽ കൊട്ടുന്നു. ഇവനെ തട്ടി വിളിക്കുന്നത് വിദേശീയരായ പോലീസുകാരാണ്. ഇവൻ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ക്ഷീണിതനായി കിടക്കുകയാണ്. ആ രാത്രി തന്നെ അവൻ അവിടെ നിന്ന് മാറേണ്ട ഗതികേട് വന്നു. ഭാഷയറിയില്ല, ആളുകളെ പരിചയമില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഏകദേശം ഒരു വെളുപ്പിന് 3 മണിയോടുകൂടി അവൻ ആ വീട് ലോക്ക് ചെയ്തിറങ്ങേണ്ടി വന്നു. ഇവൻ ഇറങ്ങും മുമ്പ് ഇവൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എടുത്ത് ആ ബാഗിൽ വെച്ച് എന്തോ ഇങ്ങനെ എടുക്കാൻ വേണ്ടി സൈഡ് സിബ് തുറന്നപ്പോൾ അതിലൊരു വിസിറ്റിംഗ് കാർഡ്. പെട്ടെന്നാണ് അവൻ ഓർത്തത്, കഴിഞ്ഞ ആഴ്ച സൂപ്പർ മാർക്കറ്റിൽ വെച്ചൊരു മലയാളിയെ പരിചയപ്പെട്ടിരുന്നു. ഒറ്റ പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അവൻ ആ നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിക്കുകയെന്ന് പറഞ്ഞാൽ പെട്ടിയൊക്കെ തൂക്കി ഈ വീടിൻ്റെ മുമ്പിൽ ആ മഞ്ഞ് വീഴുന്ന നേരത്ത് നിന്ന് ഡയൽ ചെയ്തു. ഇവൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ അസ്വസ്ഥമായ മഞ്ഞ് വീണ്ടുകൊണ്ടിരുന്ന തണുപ്പാങ്കാലത്ത് ആ മഞ്ഞ് തുള്ളികളെയും ഭേദിച്ചുകൊണ്ട് ഒരു കാറ് വന്ന് നിന്നു. ഇയാൾ വന്നു, ഈ മലയാളി. ഇവനെ കാറി കയറ്റി കൊണ്ടുപോയി സുരക്ഷിതമായ മറ്റൊരിടം കൊടുത്തു. ഇവൻ പറയുന്നത് ഇങ്ങനെയാണ്: അച്ചോ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. ആ ബെഡ്റൂമിൽ നിന്ന് എൻ്റെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിൽ എൻ്റെ ദൈവമേ എന്ന് മാത്രം വിളിച്ചിട്ടുള്ളൂ. അതിങ്ങനെ പുറത്തോട്ട് പോലും വന്നിട്ടില്ല. അസ്വസ്ഥമായ ആ വെളുപ്പാങ്കാലത്ത് മഞ്ഞു തുള്ളികളെയും ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവം വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു വീടുണ്ടാകുമ്പോൾ, നല്ലൊരു വണ്ടി ഉണ്ടാകുമ്പോൾ, നല്ലൊരു ജോലി ഉണ്ടാകുമ്പോൾ, മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ, അത്യാവശ്യം നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് തോന്നും എല്ലാം തികഞ്ഞു. അങ്ങനെ തോന്നിയ ഒരു സമയത്താണ് ഒരു കൊച്ചു വൈറസ് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു, അസ്വസ്ഥതകളൊക്കെ കടന്നു വരുമ്പോൾ പോലും ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർക്കേണ്ട കാലമാണ് പെരുന്നാൾ കാലം. രണ്ടാമതായിട്ട്, ദൈവത്തിനു വേണ്ടി ഓടേണ്ട കാലം കൂടിയാണ് പെരുന്നാൾ കാലം. മറിയം ഇങ്ങനെ പോയ കാര്യം നമുക്കറിയാം, എലിസബത്തിനെ സന്ദർശിക്കാൻ. ഈ ആത്മാവ് നിറയുന്ന വ്യക്തികൾക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ മറിയം ഇങ്ങനെ തിടുക്കത്തിൽ പോവുകയാണ്. ഈ തിടുക്കത്തിലുള്ള യാത്ര നമ്മൾ ഉൽപ്പത്തിയിലെ പുസ്തകവുമായി കൂട്ടി വായിക്കുക. 3-ാം അധ്യായം 15-ാം തിരുവചനം: നീയും പിശാചും തമ്മിൽ ശത്രുതയുളവാക്കും.
അതായത് പരിശുദ്ധ മറിയം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നീടുള്ള ഓരോ സഞ്ചാരങ്ങളും ഇങ്ങനെ വേഗത്തിൽ പോയിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൈശാചിക ശക്തികളെ ആട്ടി ഓടിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് കൂടി നമ്മൾ കാണണം. ഇത് കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈശോ ഈ കുരിശുമായിട്ട് നടക്കുമ്പോൾ മറിയം ഒരു വശത്തുകൂടി നടക്കുന്നു. അതേ സമയത്ത് തന്നെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ചെയ്യുന്നത് ഒരു പൈശാചിക രൂപമുള്ളൊരു വ്യക്തിയിലേക്കാണ്. ഒരു സിംബോളിസം. നമ്മൾ ആ യാത്ര ശരിക്കും ചിന്തിക്കണം. ഈശോ നടക്കുന്നു, ഈ അരൂപി നടക്കുന്നു, സൈഡിൽ കൂടി മാതാവ് നടക്കുന്നു, ഒപ്പത്തിനൊപ്പം. നമ്മൾ ജീവിതത്തിൽ, ഈ ഗിദെയോന്റെ ജീവിതത്തിൽ രണ്ടാമതായിട്ടൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ദൈവം വിളിച്ചു കഴിയുമ്പോൾ ഇവൻ ഡൗട്ടടിച്ച് നിൽക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഇവനൊരു മലയാളിയുടെ മനസ്സുള്ളത് കൊണ്ട് അവൻ ചോദിച്ചു, എനിക്കൊരു ക്ലൂ വേണം. എന്താണ് ക്ലൂ? അപ്പം ഇവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി വരും, അപ്പം അതുവരെ ദൈവദൂതൻ ഈ മരച്ചോട്ടിൽ നിൽക്കണം. എന്നിട്ട് ഇവൻ കൂളായിട്ട് പോയി ടൈം എടുത്ത് അപ്പം ഉണ്ടാക്കി കറി ഉണ്ടാക്കി തിരിച്ചു വരികയാണ്, പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴും ദൂതൻ മരച്ചുവട്ടിൽ നിൽക്കുന്നു. ഇവനതൊരു പാറപ്പുറത്ത് വെച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ അഗ്നി ഇറങ്ങി ഈ അപ്പവും കറികളുമെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. വ്യക്തമായിട്ടുള്ളൊരു അടയാളം കൊടുത്തു. പക്ഷെ അവൻ രണ്ടാമത് ഒരു വിചിത്രമായ കാര്യം ചോദിച്ചു. അതിങ്ങനെയാണ്, ഞാൻ ഒരു ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ഈ മെതിക്കളത്തിൻ്റെ നടുക്ക് വെക്കും. ഈ ആട്ടിൻ രോമത്തിൽ മാത്രം മഞ്ഞ് വീഴണം, മെതിക്കളം ഡ്രൈ ആയിരിക്കണം. നമുക്കറിയാലോ, മഞ്ഞ് വീണ എല്ലായിടത്തും വീഴണമല്ലോ. അവനിതൊരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാൻ പോയി. രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ വസ്ത്രം മാത്രം മഞ്ഞ് വീണിരിക്കുന്നു, ആട്ടിൻ രോമം. മെതിക്കളം മുഴുവൻ ഉണങ്ങിക്കിടക്കുന്നു. അവിടെയും വെച്ച് അവസാനിപ്പിക്കേണ്ടതായിരുന്നു. അവൻ വീണ്ടും ചോദിച്ചു, ദൈവമേ ഒന്നും വിചാരിക്കരുത്, ഒരു ലാസ്റ്റ് ക്ലൂ. എന്താണ്? അതായത് ഇനി ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ഡ്രൈ ആയിരിക്കണം, മെതിക്കളം മുഴുവൻ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണം. ദൈവം കൃത്യമായിട്ട് അത് കാണിച്ചു കൊടുത്തു. അടയാളം, ഈ മുന്നോട്ട് പോകാനുള്ള അടയാളം കാണിച്ചു കൊടുക്കും. അത് മറിയത്തിനും കാണിച്ചു കൊടുത്തു. വന്ധ്യയെന്ന് പറയപ്പെട്ടിരുന്ന എലിസബത്ത് ഗർഭിണിയ, ഒരു അടയാളം കാണിച്ചു കൊടുക്കുകയാണ്. മറിയത്തിന് അതിന് ആവശ്യമില്ല എങ്കിൽ പോലും ദൈവം കൃത്യമായിട്ടുള്ളൊരു പ്രൂഫ് കാണിച്ചു കൊടുത്തു. ആ ഇടത്തേക്ക് അവളെ നയിച്ചു. ഗിദെയോൻ ഇങ്ങനെ വലിയ സെറ്റപ്പിൽ പോവുകയാണ്. 30,000 പേരൊക്കെ സപ്പോർട്ടുണ്ട്. ദൈവം പറഞ്ഞു, ഇത്രയും പേര് വേണ്ട മോനെ, ഇതിൽ പേടിയുള്ളവന്മാരെയൊക്കെ പിരിച്ചുവിടുക. അങ്ങനെ ഒരു 22,000 പേര് തിരിച്ചുപോയി. ഒരു 10,000 പേരുടെ സപ്പോർട്ടിൽ പോവുകയാണ്. നമ്മൾ കൃത്യമായിട്ട് കേൾക്കണം. ശത്രുക്കളായ മിദ്യാൻകാര് 1,20,000 വരും. ഒരു 3 ഇരട്ടി ഉണ്ടായ സമയത്താണ് 22,000 പേര് പിരിഞ്ഞു പോണത്. പിന്നെയും ദൈവം പറയാണ്, ഇപ്പോഴും സംഖ്യ കൂടുതലാ, വേണ്ട. പിന്നീട് അതിൽ നിന്നൊരു 300 പേരെ മാത്രം സെലക്ട് ചെയ്ത് ഈ ശത്രു സൈന്യത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം പറഞ്ഞു, വലത് കൈയിൽ കാഹളം, ഇടത് കൈയിൽ കുടം, കുടത്തിനുള്ളിൽ പന്തം. ചെല്ലുന്നു, കാവൽ കൈമാറുന്ന യാമത്ത്. ഇവരിങ്ങനെ ഉറക്കെ കാഹളം മുഴക്കി ഈ കുടം പൊട്ടിച്ചു, പന്തം കത്തിച്ചു. ഈ ആരവം ഉയരുമ്പോൾ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇവര് കൺമുമ്പിൽ വിചിത്രമായൊരു കാഴ്ച കണ്ടു. ശത്രു സൈന്യം പരസ്പരം പടവെട്ടി മരിക്കുന്നു. ഫുട്ബോൾ മത്സരത്തിൽ സെൽഫ് ഗോൾ അടിച്ച് തോക്കുന്ന പോലെ ശത്രുക്കളെ ഇങ്ങനെ ദൈവം തുരത്തിക്കളയുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഓട്ടങ്ങളൊക്കെ ശത്രുക്കളെ തുരത്താൻ വേണ്ടിയായിരിക്കണം. മറിയം പഠിപ്പിക്കുന്നത് അതാണ്. അതൊരുപക്ഷെ ഒരു മൊബൈൽ ഫോണിലൂടെയാണെങ്കിലും, ഒരു വാട്സാപ്പിലൂടെയാണെങ്കിലും, ഒരു വീഡിയോ കോളിലൂടെയാണെങ്കിലും, ഒരു ഫേസ്ബുക്കിലൂടെയാണെങ്കിലും, ഒരു മെസ്സേജിലൂടെയാണെങ്കിലും, എൻ്റെ ശരീരത്തെ വിശുദ്ധിയിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ഒരൊറ്റ മെസ്സേജ്, ഒരൊറ്റ കോണ്ടാക്ട്, ഒരൊറ്റ കോൾ ഈ ദൈവത്തെ നോൽക്കുന്നതിൽ നിന്നും എന്നെ തടസ്സപ്പെടുത്തും. ഈ ഓട്ടത്തിന്റെ സ്പീഡ് കുറച്ചു കളയും. അതുകൊണ്ട് ഈ ആത്മാവിനാൽ നിറയപ്പെടുക, മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധമാക്കിയിട്ട് ഈ മറിയം സഞ്ചരിച്ചിരുന്നത് പോലെ സഞ്ചരിക്കുവാനുള്ള ഒരു കാലം കൂടിയാണ് ഈ പെരുന്നാൾ. അവസാനമായിട്ടും മൂന്നാമതായിട്ടും ഒഴിഞ്ഞു മാറുന്ന കാലം കൂടിയാണ് പെരുന്നാൾ.
ഈ മറിയത്തെ നമ്മൾ എവിടെയൊക്കെ നോട്ട് ചെയ്തോ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഗോസ്പൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് മാറുകയാണ്. ഒരു സ്ഥലത്തും ജോസഫും അതെ, മറിയമ്മും അതെ, ഒരു സ്ഥലത്തും ഇങ്ങനെ വലിയ ആളാകുന്നില്ല. ചെയ്യേണ്ട കാര്യം ചെയ്ത് രംഗമൊഴിയുന്നു. ഈ ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോ ഇസ്രായേൽ ജനം ഇങ്ങനെ തടിച്ചുകൂടി. അവർ പാട്ടുകൾ പാടി, നൃത്തം ചവിട്ടി. അവർ പറഞ്ഞു, ഇനി നീ ഞങ്ങളുടെ രാജാവ്, നിനക്ക് ശേഷം മകൻ, അവന് ശേഷം അവന്റെ മകൻ. ഇതിന് ഗിദെയോൻ പറയുന്ന കുലീനമായൊരു മറുപടിയുണ്ട്. ഞാനോ എന്റെ മകനോ അവന്റെ മകനോ രാജാവാകുകയില്ല, കർത്താവായിരിക്കും രാജാവ്, കർത്താവ് ഭരണം നടത്തും. അങ്ങനെ പറഞ്ഞ് ഒഴിയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും ഒന്ന് ചിന്തിക്കണം. പേരിന് വേണ്ടി, പൊസിഷന് വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി, എല്ലാത്തിനും വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓടിയ ഓട്ടങ്ങളൊക്കെ ഒരു കൊച്ചു വൈറസ് ലോക്ക്ഡൌണിലും കണ്ടെയ്ൻമെന്റ് സോണിലും ഒക്കെ ആയിട്ട് ചുരുക്കിയത് ദൈവം നൽകുന്നൊരു പാഠമായിട്ട് കൂട്ടി വായിക്കണം. അതിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള 3 കൊച്ചു വാക്കുകളിൽ പോലും ഞാൻ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പെരുന്നാൾ ഒരു പെരുന്നാളായി മാറിയിട്ടില്ല. ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. ആ നിന്ന നിപ്പിൽ നിന്ന്, നിൽക്കുന്ന പൊസിഷനിൽ നിന്നൊക്കെ ദൈവം ഇങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ വീഴ്ത്തും. സെക്കൻഡുകൾക്കുള്ളിൽ. അതുകൊണ്ട് ഇന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തെ അസ്വസ്ഥതകളുടെ നടുവിൽ ഓർത്തുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഓടിക്കൊണ്ട്, എല്ലാം ചെയ്തു നിന്നതിന് ശേഷവും ഒഴിഞ്ഞു മാറിക്കൊടുത്തുകൊണ്ടൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ പ്രകാശമുള്ള മനുഷ്യരായി മാറും. ഒരമ്മച്ചി രാത്രി ബെഡ്റൂമിൽ നിന്ന് വെള്ളം കുടിക്കാൻ എണീറ്റതാ. മകളുടെ ബെഡ്റൂമിൻ്റെ മുമ്പിലൂടെ വേണം പോകാൻ. ജനാലിലെത്തിയപ്പോൾ ഈ മകളിങ്ങനെ മൊബൈൽ ഫോണിൽ അടക്കിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചിക്ക് ടെൻഷനായി. നട്ടപ്പാതിര കഴിഞ്ഞു. ഈ മകള് ഈ പാതിരാത്രിയിൽ ആരെയാണ് വിളിക്കുന്നതെന്ന് ടെൻഷനടിച്ച് ഈ അമ്മയ്ക്ക് ആ രാത്രിയിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, ഉറക്കം നഷ്ടപ്പെട്ടു. എങ്കിലും ഈ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് ഈ മകൾക്ക് പുട്ടും കടലയും ഉണ്ടാക്കി കൊടുക്കും. അത് പ്ലേറ്റിലിരിക്കുമ്പോൾ പോലും ഇവൾ ഈ മൊബൈൽ സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ അമ്മ എന്തു ചെയ്യും? പ്രിയമുള്ളവരെ, വീട്ടിൽ ഒരാൾ മതി. ശരിയല്ലാത്തൊരു കോള് മതി, ശരിയല്ലാത്തൊരു ബന്ധം മതി ആ വീട് ഇരുട്ടായി പോകാനായിട്ട്. ഈ മഞ്ഞുമ്മൽ പ്രകാശിക്കണം. മഞ്ഞുമ്മൽ പ്രകാശിക്കണമെങ്കിൽ ഈ അമ്മ ഓരോ വീടുകളിലേക്കും ഇറങ്ങി വന്നുകൊണ്ട് ദൈവജ്വാല ആ വീട്ടിലിങ്ങനെ നിറയ്ക്കണം. അതുകൊണ്ട് നമുക്കിന്ന് ഈ ഇടവക ദിനമായിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ എൻ്റെ വീട്ടിലും വരണമേ. ആമേൻ. നമുക്ക് വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഭക്തിയോടെ ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യരേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്നേഹിതാവായ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകമായി ഈ ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന വരാപ്പുഴ അതിരൂപത ചാൻസലർ റവ ഡോക്ടർ എബിജിൻ അറക്കലരെയും വചനപ്രഘോഷണം നടത്തിയ വിപിൻ അച്ഛനെയും ആൻഡ്രൂസ് അച്ഛനെയും CB അച്ഛനെയും എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മണവാട്ടിയായ തിരുസഭയെ സത്യവിശ്വാസത്തിലും ദൈവിക ചൈതന്യത്തിലും നയിക്കുന്നതിന് വേണ്ട കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ പിതാവേ, ഇടവകയെ നയിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛനെയും സഹവികാരി ടീനു അച്ഛനെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ഇടവക ജനത്തെ ആദിമസഭയുടെ കൂട്ടായ്മയിലും ദൈവവര പ്രസാദത്തിലും നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, എല്ലാ യുവതി യുവാക്കളെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ധാരാളം ദൈവവിളികൾ ഇടവകയിൽ നിന്നുണ്ടാകുവാനും കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് അനുയോജ്യനായ ജീവിത പങ്കാളികളെ കണ്ടെത്തുന്നതിനും ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിനും ആവശ്യമായ വരപ്രസാദം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉണ്ണീശോയുടെ വരവിനായി കാത്തിരിക്കുന്ന ദൈവജനത്തെ പോലെ ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും പ്രത്യേകമായി ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റുകളെയും കേന്ദ്രസമിതിയെയും ഭക്തസംഘടനകളെയും എല്ലാ ഭാരവാഹികളെയും അവിടത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ സഭയിലെ കൂട്ടായ്മയെപ്പോലെ നല്ല സമൂഹമായി ജീവിക്കുന്നതിന് വേണ്ട കൃപ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, കൂദാശകൾ സ്വീകരിക്കാതെയും സഭാപ്രബോധനങ്ങൾ അവഗണിച്ചും ജീവിക്കുന്നവരെ അവിടുത്തെ ദിവ്യപ്രകാശത്താൽ സ്വർഗീയ പാതയിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിച്ച ഈ യാചനകൾ കനിവാർന്ന് ശ്രവിച്ച് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഞങ്ങൾക്കു ജീവനായി നൽകി നിൻ രക്തം ഓർക്കുന്നു ഞങ്ങളീ ബലിവേദിയിൽ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും. പ്രിയ സഹോദരരെ,
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും സ്നേഹപിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അങ്ങേ ശക്തിയാൽ അവ രക്ഷാകരമായ കൂദാശയായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. ഈ കൂദാശയിലാണല്ലോ പിതാക്കന്മാരുടെ ബലികളുടെ പ്രതിരൂപങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നിത്യകന്യകയിൽ നിന്ന് അവർണ്ണനീയമാം വിധം ജന്മമെടുത്ത അങ്ങേ പുത്രൻ യേശുക്രിസ്തു യഥാർത്ഥ കുഞ്ഞാടായി അർപ്പിക്കപ്പെടുന്നത്. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശയവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടി പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ണലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ
ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, മറ്റ് സഹോദരി സഹോദരന്മാരെയും മരണമടഞ്ഞ ഏവരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശധാരയിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവ്, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ.
കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരം രക്തവും നമ്മെ നിത്യത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിലുള്ള ദിവികാരുടെ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരികണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സ്വന്തദേഹം വാഴ്ത്തി മുറിച്ചേകും മനസ്സിലെ ദീപമായി ജ്വാല പകർന്നിടും മരുഭൂവിൽ നീങ്ങും മറ്റൊരു മേഘത്തണലേകും ദിവ്യകാരുണ്യം നിന്നിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം
ഏറ്റവും പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക്. നൊവേന കഴിഞ്ഞ് നമ്മുടെ തിരുനാളിലേക്ക് കടക്കുന്ന ഈ സായാഹ്നത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പെരിയ ബഹുമാനപ്പെട്ട നമ്മുടെ വരാപ്പുഴ അതിരൂപത ചാൻസലർ എപ്പിജിനച്ചനാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ ഇടവകയെ അച്ഛൻ കാണുന്നത്. പല കാര്യങ്ങൾക്കും വേണ്ടി പല പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ കൃത്യതയോടുകൂടി തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്യേണ്ട രീതികളും എല്ലാം കൃത്യമായി പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന സത്യവും അത് തന്നെയാണ്. ഈ ഇടവകയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ. വിളിച്ചത് കൊച്ചച്ഛനാണ്, ക്ഷണിച്ചത് കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെ അച്ഛൻ സമ്മതിച്ചു. കൃത്യമായി സമയത്ത് ഇവിടെ എത്തി നമുക്ക് വേണ്ടി, ഈ ഇടവകയ്ക്ക് വേണ്ടി ആമുഖം വളരെ ശക്തമായ രീതിയിൽ തന്നെ ആധികാരികതയോടെ നമുക്ക് നൽകി, സ്നേഹത്തോടെ നമുക്ക് വേണ്ടി ഈ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞ എപ്പിജിനച്ചന് ഇടവകയുടെ മുഴുവൻ്റെയും പേരിൽ, ഇനി ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നവരുടെ പേരിൽ, തിരുനാൾ കമ്മിറ്റിയുടെ പേരിൽ, സെൻട്രൽ കമ്മിറ്റിയുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ബഹുമാനപ്പെട്ട അച്ഛനെ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ അയൽവാസികളാണ് ആൻഡ്രൂസ് അച്ഛനും സിബി അച്ഛനും. കാണാതായപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അന്വേഷിച്ചൊന്നും പോയി ഇവരെ. അപ്പോൾ അവർ പറഞ്ഞത് കോവിഡൊക്കെ അല്ലേ, അതുകൊണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ പാടില്ല. അറിയാം, എല്ലാം കൃത്യമായ ആളുകളെ നിങ്ങളിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയാണ് അകത്ത് കയറ്റുന്നതൊക്കെ അറിഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളുടെ കിടക്കാതിരുന്നതെന്ന് പറഞ്ഞു. രാവിലെ ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 2 പേരല്ല, വേറെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു. സന്തോഷത്തോടു കൂടി ഇന്ന് നമ്മോടൊപ്പം ഈ ബലിയിൽ പങ്കുചേർന്ന് ഈ ഇടവകയ്ക്ക് വേണ്ടി അവർ നൽകുന്ന ഇന്നീ ദൈവാലയത്തിൽ ഈ ബലിക്ക് പങ്കുചേർന്നത് മാത്രമല്ല, നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഈ ഇടവകയ്ക്ക് വേണ്ടി ആ സമൂഹം ചെയ്തു തരുന്നുണ്ട്. ഇവിടെയുള്ള സർവരുടെയും നാമത്തിൽ, ദൂരങ്ങളിൽ ഈ ദിവ്യകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നവരുടെ നാമത്തിൽ, തിരുനാൾ കമ്മിറ്റിയുടെ നാമത്തിൽ, ഇവിടെ ആയിരിക്കുന്നവരുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ 2 പേർക്കും നന്ദി പറയുകയാണ്. നാളെ തീരുമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അതുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്ന തീരുമാനങ്ങളിൽ നിന്ന് മാറി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം നമ്മൾ പുറത്തേക്ക് വയ്ക്കുവാൻ തീരുമാനിച്ചത്. എല്ലാ വർഷവും ഏതാണ്ട് ചെയ്യുന്നത് പോലെ തന്നെ, എന്നാൽ അതിൽ നിന്നൽപ്പം വ്യത്യസ്തമായിട്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് അമ്മയുടെ തിരുസ്വരൂപം നമ്മൾ പള്ളിക്ക് പുറത്തേക്കെടുത്ത് വയ്ക്കും. വൈകിട്ട് ദിവ്യബലിയുണ്ട്. ദിവ്യബലി സമയം വരെ മാത്രം, ദിവ്യബലി തുടങ്ങുന്ന സമയം വരെ സാരിമാല ചാർത്തുവാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. ദിവ്യബലിക്ക് ശേഷം സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ നമ്മൾ മാതാവിൻ്റെ തിരുസ്വരൂപം, ഇത് പ്രദക്ഷിണമല്ല, കാരണം മറ്റുള്ളവരാരും ഇതിലേക്ക് ഒന്നിച്ചു ചേരുന്നില്ല. പക്ഷേ മാതാവിനെ നമ്മൾ നമ്മുടെ ഇടവകയുടെ പ്രധാന വീഥികളിലൂടെ നാളെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു, വന്ന് ചോദിച്ചിരുന്നു, വിളിച്ചു ചോദിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നമുക്ക് മാതാവിനെ ദർശിക്കുവാനുള്ള ഒരവസരം നമ്മൾ വീണ്ടും നാളെ ഒന്ന് പരിശ്രമിക്കുകയാണ്. നമ്മളുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അമ്മയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നാളത്തെ ഒരു ദിനത്തെ നാളെ വൈകുന്നേരം ഈ പ്രദക്ഷിണവും കഴിഞ്ഞ് അമ്മയെ നമ്മൾ തിരികെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരും. മറ്റന്നാൾ നമുക്ക് 6 മണിക്കുള്ള ദിവ്യബലിയുണ്ട്. അതിനുശേഷം വരാപ്പുഴ തിരുപത മെത്രാപ്പോലീത്തയുടെ 10 മണിക്കുള്ള തിരുനാൾ ദിവ്യബലി. തുടർന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം നമ്മൾ വീണ്ടും പള്ളിക്ക് പുറത്തേക്ക് വയ്ക്കുകയാണ്. വൈകിട്ട് 5:30 ദിവ്യബലി സമയം വരെ സാരിമാല ചാർത്തുവാനുള്ള സൗകര്യം, അതിനുശേഷം മറ്റുള്ളവർക്ക് വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും ഒരുക്കുന്നു. ദിവ്യബലിക്ക് ശേഷം നമ്മൾ കൊടിമരത്തിങ്കിലേക്ക് പോകുന്നു. കൊടി താഴ്ത്തി തിരികെ വരുമ്പോൾ മാതാവിൻ്റെ തിരുസ്വരൂപം നാം വീണ്ടും ദൈവാലയത്തിലേക്ക് തിരികെ എടുക്കുകയാണ്. പ്രത്യേകമായൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ദിനം സൂചിപ്പിച്ചതാണ്. ഈ അവസാന നിമിഷം വരെ നാളെ മാതാവിനെ സന്ദർശിക്കുവാനായി ദയവ് ചെയ്താരും കാത്തു നിൽക്കരുത്. നാം കൃത്യമായ സമയം വച്ചിട്ടുണ്ട്.
ആ സമയം ആകുമ്പോൾ എത്ര പേർ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും വീണ്ടും വരുവാനുണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നതല്ല. കാരണം സാഹചര്യം അതാണ്. ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഇതൊക്കെ ഏറ്റവും ഭംഗിയായി തീരുവാനായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഒത്തിരി പേർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന മറ്റുള്ളവരിലേക്കും വന്നം. നാളത്തെ പ്രത്യേകമായ കാര്യങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിട്ടുപോയതല്ല, മാറ്റിവെച്ചതാണ്. അവസാനമായി നന്ദി പറയുന്നത് ഇന്ന് നമുക്ക് വേണ്ടി വചനം പകർന്നു നൽകിയ, നമുക്ക് വേണ്ടി വചനം പങ്കുവച്ച സ്നേഹ ബഹുമാനപ്പെട്ട ബിബിൻ ചൂതപ്പറമ്പിലച്ചനാണ്. എപ്പോഴും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നെ കാണുമ്പോഴൊക്കെ പരിചയപ്പെട്ട നാൾ മുതൽ, അധികം നാളായിട്ടില്ല പരിചയപ്പെട്ടിട്ട്, എന്നാലും എന്നെ കാണുമ്പോൾ മുതൽ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിലുമൊക്കെ എന്നെ വിളിക്കുന്നത് ചേട്ടായെന്നാണ്. എന്തോ ഒരു പ്രത്യേക സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എന്നെ അങ്ങോട്ട് ക്ഷണിക്കാറുമുണ്ട്. ഇപ്പോഴും ഇത് കഴിഞ്ഞു പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ചേട്ടനെ വിളിച്ചിട്ട് കിട്ടണില്ലട്ടാ, വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നിട്ട് പോകണം അവിടെ. ഒത്തിരി സ്നേഹത്തോടെ വിളിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി ഒരു അനുഗ്രഹമായി ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ വന്ന് പ്രസംഗിക്കുവാനുള്ള പ്രത്യേകമായൊരു അനുഗ്രഹമായി തന്നെ എടുത്തുകൊണ്ട് നമുക്കിന്നിവിടെ വന്ന് അസ്വസ്ഥതകൾക്ക് നടുവിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ ഓടുവാനും ദൈവത്തിൻ്റെ ദിവ്യപ്രകാശം മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാനുമായ ശക്തമായ ഒരു സന്ദേശം നമുക്ക് നൽകി. നമ്മുടെ ഇടവക ദിനം ആഘോഷിക്കുമ്പോൾ ഇടവകയുടെ ഓരോ കുടുംബത്തിലും വ്യക്തിയിലും ഉണ്ടാകേണ്ട ദൈവികമായ മനോഹരമായിട്ടുള്ള ഒരു ജീവിതശൈലിയെക്കുറിച്ച് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. അച്ഛൻ മൂലംപള്ളിയിൽ വികാരിയാണ്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം വന്നതുകൊണ്ടാണ് ദ്വീപിലേക്ക് നമ്മോടൊപ്പം ചേരാതെ സന്ദേശം മാത്രം നൽകി മടങ്ങിപ്പോയത്. ഒത്തിരി സ്നേഹത്തോടെ ബിബിനച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. ദിവ്യബലിക്ക് ശേഷം പ്രസിദ്ധേന്തി വാഴ്ച, ചെറിയ ഒരു പ്രദക്ഷിണം, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. ദർശനക്കാരും വൈദികനും മാത്രം ചെറിയൊരു പ്രദക്ഷിണം മാതാവിൻ്റെ ചെറിയ രൂപവുമായി പോയി അവിടെ വരെ പോയിട്ട് തിരികെ വരികയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഏറ്റവും സ്വസ്ഥമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സായാഹ്നം ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയങ്കരനായ ടൈറ്റസ് കാരികശ്ശേരി അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഹൃദ്യമായ നന്ദി പ്രകാശനത്തിന് ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. വളരെ ആത്മീയ നിറവോടുകൂടെ മികവോടുകൂടെ നമ്മുടെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ടൈറ്റസ് അച്ഛനും ടിനു അച്ഛനുമൊക്കെ തമ്പുരാൻ്റെ വലിയ കൃപ അവരിലൂടെ നമുക്ക് നൽകുന്നവരാണ്. എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ ഫലമണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലളിതമായി നമ്മൾ ആഘോഷിക്കുന്ന ഇടവക ദിനത്തിൻ്റെ എല്ലാ മംഗളാശംസകളും പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് തിരുനാൾ ദിനത്തിനുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ്യം വഴി ധാരാളമായ ദൈവകൃപ നമ്മുടെ കുടുംബങ്ങളിൽ വർഷിക്കപ്പെടട്ടെ എന്നും ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ആത്മീയ ഭോജനത്തിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തെ സ്ഥിരോത്സാഹത്തോടെ അനുകരിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷയിൽ എന്നും ദൃഢചിത്തരായി ഞങ്ങൾ കാണപ്പെടുകയും അങ്ങയെ ശുശ്രൂഷിക്കുന്നതിലുള്ള സന്തോഷം ഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കാൻ അർഹയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പാപാന്ധകാരത്താൽ മൂടിയ മാനസം പാവനമാക്കിടേണം. പാപാന്ധകാരത്താൽ മൂടിയ മാനസം പാവനമാക്കിടേണം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. ജ്വാലകൾ വീശിയ ക്രോധത്തെയാകവെ ശോഭനമാക്കിയാലും ജ്വാലകൾ വീശി ഭൂതത്തെയാകവെ ശോഭനമാക്കിയാലും വെളിവിന്റെ കതിരൊളി തൂകിയൻ ചേതന പരിരമ്യമാക്കിയാലും വെളിവിന്റെ കതിരൊളി തൂകിയ ചേതന പരിരമ്യമാക്കിയാലും പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. അടുത്ത വർഷത്തെ 2021 തിരുനാളിന് പ്രസിദ്ധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജോസഫ് സ്റ്റാൻലി മുല്ലോത്ത് മുന്നോട്ട് വരിക. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധമ്മയുടെ തിരുനാളാഘോഷത്തിനായി പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ മകനെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മകനെയും കുടുംബത്തെയും പ്രത്യേകമായി നീ തൃക്കൺ പാർക്കണമേ. അടുത്തൊരു വർഷത്തേക്കുള്ള ഇവരുടെ ജീവിതത്തിൻ്റെ ഈ തിരുനാളാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ നീ അയക്കണമേ. ജീവിതത്തെ നന്മയോടുകൂടി കൊണ്ടുപോകുവാൻ, നിന്നിലുള്ള വിശ്വാസത്തിൽ വളരുവാൻ, അമ്മയിൽ ആശ്രയിക്കുവാൻ, അമ്മ നടത്തുന്ന വഴികളിലൂടെ നടക്കുവാൻ ഈ സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം കന്യേ മഹത്വം പിറന്ന ധന്യേ മനോഹരി തായേ കന്യേ മഹത്വം പിറന്ന ധന്യേ മനോഹരി തായേ ആമോദമാർന്നു നീ വെൽക രക്ഷാസുധയ്ക്കിന്നുറവായി ആമോദമാർന്നു നീ വെൽക രക്ഷാസുധയ്ക്കിന്നുറവായി സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം ഞങ്ങളും നിൻ മക്കളല്ലോ നിന്റെ സൂനുവോടെന്നും ഞങ്ങളും നിൻ മക്കളല്ലോ നിന്റെ സൂനുവോടെന്നും കനിവാർന്നു പ്രാർത്ഥിക്കതായേ സ്നേഹം നിറഞ്ഞവൾ നീ കനിവാർന്നു പ്രാർത്ഥിക്കതായേ സ്നേഹം നിറഞ്ഞവൾ നീ സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ മറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിലും ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമായി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിന് വേണ്ടിയും അങ്ങേ അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ പരിശുദ്ധ മറിയത്തിൻ്റെ സുഹൃതങ്ങളെ പ്രതി ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ സഹപ്രവർത്തകരെയും കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. സർവശക്തനും നിത്യനുമായ സർവേശ്വര,
ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കുവാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹമരുളൂ അമ്മേ നീ, അശരണരാകും പാപികൾക്കായി തിന്മയകത്തി പാരിലെന്നും നന്മതനൊളി നീ വീശണമേ. അനുഗ്രഹമരുളൂ അമ്മേ നീ, അശരണരാകും പാപികൾക്കായി തിന്മയകറ്റി പാരിലെന്നും നന്മതനൊളി നീ വീശണമേ. മഞ്ഞും മാതാവേ, അമലോത്ഭവയാം കന്യകേ, നിൻ സുതനേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. മഞ്ഞും മാതാവേ, അമലോത്ഭവയാം കന്യകേ, നിൻ സുതനേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. അഭയം തേടുന്നവരെ നീ കൈവെടിയരുതേ മാതാവേ. അഭയം തേടുന്നവരെ നീ കൈവിടിയരുതേ മാതാവേ. ആശകളറ്റൊരു മാനവർക്കായി ആശ്രയമാകൂ നാഥേ നീ. ആശകളറ്റൊരു മാനവർക്കായി ആശ്രയമാകൂ നാഥേ നീ. മഞ്ഞ